ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വാച്ചാലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റിലുള്ള എല്ലയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വെറൈറ്റി ടേസ്റ്റിലുള്ള പഴം വെച്ചുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിപ്പൊടിയാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈകുത്താൻ പാകത്തിന് ചൂടാറിക്കഴിഞ്ഞാൽ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ലൂസ് ഡോ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ചൂടുണ്ട്, നമുക്ക് നാറാൻ വേണ്ടി സൈഡിൽ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അതിനിടെ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നേർമയായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അടക്ക്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് നന്നായി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് 5 മിനിറ്റ് ഞാനിത് വീണ്ടും സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നല്ല ഇലയുടെ നല്ലൊരു ഫ്ലേവറാണ്. ഇത് നോക്കിയാൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇലയൊന്ന് മാറ്റിയതിന് ശേഷം പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എന്ത് നല്ല സോഫ്റ്റാണെന്നറിയോ, ഇത് നോക്കിയാൽ. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.